നമ്മുടെ അതിഥി വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ബിന്ദു ലക്ഷ്മിയാണ്. ഹലോ മാം. നമസ്തേ. നമസ്തേ. ബിന്ദു ലക്ഷ്മി എന്ന് പറയുന്നതിലും അപ്പുറം ബിന്ദു പ്രദീപ് എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. അതെ, ഫുൾ നെയിം ബിന്ദു ലക്ഷ്മി പ്രദീപ് എന്നാണ്. പ്രദീപ് എന്ന് പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എല്ലാവർക്കും, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുക്കെ, ലോകം മുഴുവനും അറിയുന്ന ആ ഒരു വലിയ പ്രതിഭ തന്നെയാണ്. സുഖം തന്നെ സാർ? സുഖമായിട്ടിരിക്കണം മാം. വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ കിട്ടി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വേൾഡ് റെക്കോർഡിൻ്റെ ആണോ? അത് കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷത്തിന് മുന്നേ 2 വർഷം നമുക്ക് പാൻഡമിക് സിറ്റുവേഷൻ അല്ലായിരുന്നോ. അപ്പം കോവിഡ് ആയ സമയത്ത് ആക്ച്വലി എല്ലാ ഡാൻസേഴ്സ് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര വിഷമഘട്ടത്തിലായിരുന്നില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാംസ് എനിക്ക് 1-2 സ്റ്റേജൊക്കെ എല്ലാവരും ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. April 29 ആക്ച്വലി വേൾഡ് ഡാൻസ് ഡേ ആണ്. അപ്പം അന്ന് എനിക്ക് തോന്നി ഒരു സ്റ്റേജ് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താലോ എന്ന് തോന്നി. അങ്ങനെയാണ് ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ടായത് എൻ്റെ മനസ്സിൽ. ശരിക്കും എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഫസ്റ്റ് ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഭാരത് ഭവനായിരുന്നു വെന്യൂ. അവിടെ വിളിച്ച് പറഞ്ഞ് ഹാള് ബുക്ക് ചെയ്തു. ഭാരത് ഭവനായിട്ട് ചേർന്നാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് നല്ല റെസ്പോൺസായിരുന്നു. നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ ചേർന്നാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുട്ടികൾ വന്നു. ജസ്റ്റ് എല്ലാവർക്കും ഞാൻ വെറുതെ ഒന്ന് വാട്സാപ്പ് വഴിയാണ് എല്ലാവരെയും കോൺടാക്ട് ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഒരു സ്റ്റേജ് അവർ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പണിങ് അവർക്ക് കിട്ടിയതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേൾഡ് റെക്കോർഡ് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല ആക്ച്വലി. പക്ഷേ ഇത്രയും പേര് വരുന്നു എന്നിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ദിവസം നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ അടുത്ത ആ ഒരു രീതിയിലോട്ട് നിർത്താണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത പോയത് തന്നെ. പക്ഷേ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾ ഇനി വരുമോ, കുറയൂലേ, കാര്യം ഇത്രയും മണിക്കൂറുണ്ട്, 24 മണിക്കൂറിൽ കൂടുതൽ വേണം. പക്ഷേ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തതാണ്. ഏകദേശം എത്ര മണിക്കൂറുണ്ടായിരുന്നു? 10 മണിക്കൂറിൽ നമ്മൾ 28 സ്റ്റാർട്ട് ചെയ്തു, അല്ല 29 സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഒരു 10:24, 10:30 വരെ പോയി. എത്ര മണിക്കൂർ വരും ടോട്ടൽ? 24.5 മണിക്കൂർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോർഡിനേഷനാണ്. അതെ. അത് ഫസ്റ്റ് പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഒരു ഗണപതി ഒരു ഐറ്റം ചെയ്തു, മോഹിനിയാട്ടം ചെയ്തു, ഞാൻ മാറിക്കൊടുത്തു. പിന്നെ ബാക്കി എല്ലാവർക്കും അവസരം കൊടുക്കുക ചെയ്തു. അത് പിന്നെ നമ്മൾ 1 മിനിറ്റ് പോലും ഒരു പാട്ട് CD ഇടാനോ പാടിടാനോ ഒന്നും ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. ഒരു ഗ്രൂപ്പ് വരും, അവരിറങ്ങി ഉടനെ അടുത്ത പാട്ട്, അടുത്ത ചിലപ്പം തിരുവനന്തപുരത്തെ കുട്ടികൾ ചെയ്തതിന് ശേഷം അടുത്ത കാസർഗോഡ് കുട്ടികളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പെട്ടെന്നാണ് ഇത് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മോള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവളാണ് ഫുൾ അവിടെ ഇരുന്ന്, എൻ്റെ മോളും സ്റ്റുഡൻസും അവിടെ ഇരുന്ന് ഫുൾ ഇത് ചെയ്തത്. കോവിഡ് സമയത്താണ് കൂടുതലും കലാകാരന്മാർ വന്നു തുടങ്ങിയത്. കാരണം വീട്ടിൽ ഇരുന്നപ്പോഴാണ് പലരുടെയും കലകളൊക്കെ പുറത്തു വന്നത്. അതെ. ശരിക്കും ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷം ഞാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ആ സമയത്തുണ്ടായി. കുറേ പേർക്ക് സ്വയം തിരിച്ചറിയലിൻ്റെ ഒരു കാലം കൂടെ ആയിരുന്നു സത്യം പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഓൺലൈൻ ക്ലാസ് നല്ല സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം ദൂരെ ഇരുന്ന് അവർക്ക് വരാൻ പറ്റുന്നില്ല. ഞാനും ആക്ച്വലി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി അപ്പം തന്നെയാണ്, ആ സമയത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, എനിക്ക് യൂട്യൂബ് തന്നെ ആ സമയത്ത് കുറേ പേര് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. എല്ലാം ഈ പറഞ്ഞ ഒരു സംഭവം നമുക്ക് നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കോവിഡിന് അത്ര അങ്ങ് ഭയങ്കരമായിട്ട് തള്ളി കളയണ്ടല്ലേ. അതെ. 2019 ജെസ്സി ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ. അത് ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡ് തന്നെയാണ് കിട്ടിയത്. അത് ഈ മോഹിനിയാട്ടത്തിനാണ് കിട്ടിയത്. മോഹിനിയാട്ടം. മാമിന് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ആക്ച്വലി ഞാൻ ഭരതനാട്യത്തിലാണ് MA എടുത്തതെങ്കിലും പെർഫോം ചെയ്യുന്നത് മോഹിനിയാട്ടമാണ്. പക്ഷേ കൊറിയോഗ്രാഫി ചെയ്യുന്നത് കൂടുതലും കുച്ചിപ്പുടിയിലാണ്. പക്ഷേ ഡിഗ്രി എടുത്തത് മ്യൂസിക്കിലാണ്. ഓക്കെ. പിന്നെ അതുകൂടാതെ ബെസ്റ്റ് ടീച്ചർ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു അവാർഡും മാമിന് കിട്ടി. എൻ്റെ പ്രോഗ്രാമിനെല്ലാം കൂടെ വരുന്നത് എൻ്റെ അച്ഛനും എൻ്റെ മോനുമാണ്. മോൻ ഭയങ്കര സപ്പോർട്ടാണ്. ബെസ്റ്റ് ടീച്ചർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയത് വളരെ ക്ഷമയോടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിലാണോ? ആയിരിക്കണം. നല്ല മുതിർന്നവരെ. ആക്ച്വലി ഞാൻ ആരെയും വഴക്ക് പറയുകയോ അടിക്കുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇനിയും ചെയ്യുന്നില്ലായിരിക്കും.
അല്ല, കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ക്ഷമയായിട്ടുള്ള കാര്യം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പ്രത്യേകിച്ച് കലകൾ പഠിപ്പിക്കുമ്പോൾ ഈ പിള്ളേരെ ഈ മുൾമുല നിർത്തി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അവർ പേടിച്ചായിരിക്കും ചെയ്യുന്നത്. പാടുന്നതാണെങ്കിൽ പോലും ഡാൻസ് ആയിക്കോട്ടെ എന്തായാലും അവർക്ക് പേടിച്ചിട്ട് അവർക്ക് സത്യം അവരുടെ ഉള്ളിലുള്ള ഒന്നും വരില്ല സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ മാക്സിമം ക്ഷമയോടെ ചിരിച്ച് അവരെയും കൂടെ മനസ്സിലാക്കി നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ അവർക്ക് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സുകുമാര കലയാണ് ശരിക്കും സംഗീതം, നൃത്തം എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളും പഠിപ്പിക്കുന്നവർ ആക്ച്വലി അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും മാം. അതുപോലെ തന്നെ മാമിന് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വലിയവരാണ് കൂടുതലായിട്ടും ക്ലാസ്സിന് വരുന്നത്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയവരാണ് കൂടുതലും ക്ലാസ്സിന്. കാരണം അതിന് കാരണമുണ്ട്, പണ്ട് പഠിക്കാൻ കഴിയാത്തതൊക്കെ. അതെ അതെ അതെ. എൻ്റെ അടുത്ത് വരുന്നത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ടീച്ചർ കാരണം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലോകം സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം. എങ്ങനെയുണ്ട് മുതിരുമ്പോൾ, അതായത് ചെറുപ്പത്തിലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്താലേ ഒരു ശരീരം വഴങ്ങൂ എന്നൊക്കെ? അങ്ങനെ ശരീരം വഴങ്ങായികയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ കാര്യം. പക്ഷെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി ആ ബ്രെയിൻ പോകുന്നതല്ല, നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുന്നതാണ് ആ ബ്രെയിനിന്. പക്ഷെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ പഴയതുപോലെ നമ്മൾ പഠിക്കുകയും എന്തെങ്കിലും എക്സാം നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കലകൾ പഠിക്കുന്നത് വീണ്ടും നമ്മുടെ ബ്രെയിൻ നല്ല പവറിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കാര്യം ഇപ്പം തുടങ്ങിയപ്പോൾ ഉള്ള വലിയവരല്ല ഇപ്പം എൻ്റെ കൂടെ അവർ ഡാൻസ് ചെയ്ത് ഇപ്പോൾ ഇത്രയും വർഷം നിന്നപ്പോൾ അവർ തന്നെ അവരിലെ മാറ്റം അവർക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാം മെമ്മറി പവർ കൂടുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചുമതല മുഴുവനും മാമാണ് നോക്കുന്നത്. എങ്ങനെയുണ്ട് കാരണം ഒരു എൻ്റർപ്രണർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇതിൻ്റെ കൂടെ പെർഫോമൻസിന് പോകണം. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കായാലും മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ചിലവർ പറയുമ്പോൾ ഒറ്റയ്ക്ക് സത്യം നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒറ്റയ്ക്ക് അങ്ങനെ പൊരുതി നേടാൻ പറ്റുന്നതല്ല. ആരുടെയും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് ആരെങ്കിലും എടുത്തു തരേണ്ടി വരും ഒരു സമയത്തല്ലേ. അപ്പം അങ്ങനെ ഒരു കുറച്ചെങ്കിലും ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു നിലയിൽ എത്താൻ പറ്റും. എല്ലാവരുടെയും കൂടെ ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയില്ലേ, ശരിക്കും അത് തന്നെയാണ് ഒരു കൂട്ടായ്മ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഒരു ഇത്. എന്തായാലും ഡിഗ്രി മ്യൂസിക് എടുത്ത ആള് ഡാൻസിലോട്ട് തിരിഞ്ഞു. അതെ, അതെന്ത് പറ്റി? അതെന്താ വെച്ചാൽ എനിക്ക് ഡാൻസ് തന്നെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഡാൻസിന് ഡിഗ്രി എടുക്കാനുള്ള സംഭവമില്ല, MA എടുക്കാൻ പറ്റില്ല. ഡാൻസും മ്യൂസിക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു, പക്ഷെ കുറച്ച് കൂടുതൽ ഇഷ്ടം ഡാൻസിനോടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഫസ്റ്റ് പാട്ട് പഠിക്കാൻ പോയത് ലീലാമ്മ ടീച്ചറിൻ്റെ അടുത്താണ്. അവിടെ നേരെ പോയത് ഓമന ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ ഓമന ടീച്ചർ അപ്പോഴെൻ്റെ അടുത്ത് പറയായിരുന്നു, നീ പാട്ട് പഠിക്കേണ്ട, നീ ചെന്നൈ കലാക്ഷേത്രയിൽ പോയി ഡാൻസ് പഠിക്കണം. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് ഒരു ദിവസം പോലും നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അത് മ്യൂസിക് തന്നെ പഠിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വിമൻസ് കോളേജിൽ ജോയിൻ ചെയ്തത്. ഡിഗ്രിക്ക് ശേഷമാണ് ഡാൻസ് ഓഫ് ക്യാമ്പസായിട്ടാണ് പഠിച്ചത്. എങ്ങനെ, എവിടെയായിരുന്നു? ഭാരതസൻ യൂണിവേഴ്സിറ്റിയിൽ കലൈക്കാവേരിയിൽ. ഓക്കെ. അപ്പം മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ 3 വർഷം. അതെ. അപ്പം അത് എന്തെങ്കിലും അറിയാതെ ഇരിക്കില്ല, ചെറിയ ഒരിത് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് രണ്ടുപേരും ഞാൻ ശ്രമിക്കാം. കാൽ മാറിയാടിയ കനകസഭേഷ, കാൽ മാറി ആടിയ കനകസഭേഷ, കാൽ മാറി ആടിയ കനകസഭേഷ, ഉന്മേൽ കാതൽ കൊണ്ടേൻ അയ്യനെ ഗണതുല്യനെ, കാൽ മാറി ആടിയ കനകസഭേഷ. ഒരു മെലഡി കൂടി ആയ ഓക്കെ. ഇല്ല, സദ്യക്ക് ഒരു പായസം എന്നതുകൂടി ഒരു മധുരം കൂടെ ആവത്തില്ല. അഗ്നിസാക്ഷിയായില താലി ചാർത്തിയൻ, ആദ്യാനുരാഗം ധന്യമാകും, മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ, ആദ്യാഭിലാഷം
സഫലമാകും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. നന്നായി പാടി. അതുകൊണ്ട് പിന്നീട് ഈ ഒരു മ്യൂസിക്കിലോട്ട് പോകാത്തത് സത്യം പറഞ്ഞാൽ MAക്ക് നമുക്ക് പേപ്പർ കുറച്ചധികമുണ്ട്. എനിക്ക് തോന്നിയത് നമുക്ക് നമ്മളെക്കുറിച്ച് ധാരണ വേണമല്ലോ ആദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി മ്യൂസിക്കിൽ നമ്മൾ കുറച്ച് നിരവൽ, കുറച്ച് എന്താണ് സ്വരമൊക്കെ നമ്മൾ തനിത്താനെ കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് കിട്ടുകയുള്ളൂ. എനിക്ക് ആക്ച്വലി ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ഡാൻസിലാണ്. അതുകൊണ്ടാണ് പിന്നെ MA അത് അങ്ങോട്ട് ട്രൈ ചെയ്യാണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ. വീണയും വായിക്കുമല്ലേ? വീണ വായിക്കും. അത് ഡാൻസിനോട് ചേർന്ന് പഠിച്ചാണോ അതോ? അല്ല, നമുക്ക് മ്യൂസിക്കിന് ആക്ച്വലി സംസ്കൃതവും വീണയും സബ്ബായിരുന്നു. ഓ, അന്ന് പഠിച്ചത്. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു വീഡിയോസ്, വളരെ മനോഹരമായി. അതെന്തും നമ്മൾ പ്രാക്ടീസ് ആണ് എല്ലാത്തിനും വേണ്ടത്. എന്തും നമുക്ക് വേണ്ടത്. ഇപ്പം തന്നെ പാടി സത്യം പറഞ്ഞാൽ ശരിയായിട്ടില്ല. ഞാൻ കുറേ നാളായി പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട്. ആക്ച്വലി നമ്മളെല്ലാം നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് പോലെ ഇരിക്കും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവരെ മാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇനി ഫാമിലി, അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ GS പ്രദീപ് സാറ്, ഫാമിലിയിൽ മോള് MA സെക്കൻഡ് ഇയർ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. MA സെക്കൻഡ് ഇയർ ഇപ്പോൾ കഴിഞ്ഞോളൂ. എൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. മോൻ +2 പഠിക്കുന്നു ജൂതേഴ്സ് സെൻട്രൽ സ്കൂളിൽ. അപ്പം മകളും മകനും അമ്മയെ പോലാണോ അച്ഛനെ പോലെ എന്ന് വെച്ചാൽ കഴിവിൻ്റെ കാര്യത്തിൽ? മോള് നന്നായിട്ട് പ്രസംഗിക്കും, ഡാൻസ് ചെയ്യും. 4 വർഷം കലാതിലകമായിരുന്നു, CBSE. അച്ഛനും അമ്മയും അതിൽ പെടും, കലാതിലകം, പ്രസംഗം. അതെ. പിന്നെ മോന് അഭിനയമാണ് ഇഷ്ടം. അവന് മോണോ ആക്ടർ സ്കിറ്റ് മൈമിനൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. എൻ്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛന് കഥകളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടി മനസ്സിലാവും കഥകളിയെല്ലാം കണ്ടാൽ അച്ഛന്. പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഇല്ല, കോഴിക്കോട് പോയിരിക്കുകയാണ്, പ്രോഗ്രാം സ്റ്റേജ് ഷോ ഒക്കെ പോയിരിക്കുക. ഗ്രാൻഡ് മാസ്റ്റർ എങ്ങനെയാണ് ഈ സാധാരണ മറ്റുള്ളവരുടെ മനസ്സിനകത്ത് എന്താണോ ഉള്ളത് അത് പുറത്ത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കി പ്രിയ പത്നിയാക്കിയതാണോ? അയ്യോ, അതെനിക്ക് അറിയില്ല. കാരണം ആരുടെ മനസ്സിനെ ഒന്ന് ക്യാച്ച് ചെയ്യുന്ന വ്യക്തിയാണല്ലോ. എൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ നമ്മൾ സ്കിറ്റ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞത്. പിന്നെ ജാതകമൊക്കെ നോക്കി. കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതെ അത് മനസ്സിലാക്കി അപ്പം ഇത് എനിക്ക് യോജിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചത്. എന്തായാലും നല്ല ചോയ്സ് തന്നെയാണ് കേട്ടോ. ആരുടെ? എൻ്റെ ആണോ? രണ്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. സാറിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്? ഇപ്പം പുറത്ത് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് അശ്വമേധം ചെയ്യാറുണ്ട്. ക്യുസാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. ക്വിസ് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനോഗ്രേഷൻ ചെയ്യാൻ വിളിക്കും. മോട്ടിവേഷണൽ ക്ലാസ് ഉണ്ട്. എന്തായാലും സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഇതിൽ ഇത്രയും അല്ലേ, ഈ ഒരു പെർഫോമൻസിനായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതിനായാലും നല്ലൊരു ബാക്ക് സപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണല്ലോ. തിരിച്ചങ്ങോട്ടും മാമിന് എന്തൊക്കെയാണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്? എല്ലാത്തിനും സപ്പോർട്ട്. സാർ എങ്ങനെയാ വീട്ടിൽ എപ്പോഴും GK പരമായിട്ടാണോ അതോ? അല്ല, നമ്മൾ എല്ലാവരും യാത്ര പോകുമ്പം കാറിലിരുന്ന് ഭയങ്കര ക്യൂസാണ്. ഒരു രക്ഷയില്ല. അവസാനം ഞാൻ പറയും എനിക്ക് തലക്കണം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരത്ത് മാറി മാറി ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ടീമാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വയ്ക്കും. അങ്ങനെ കളിച്ചാണ് പോകുന്നത്. എങ്ങനെയുണ്ട് മാമിൻ്റെ GK വളർന്നോ അതോ? കുഴപ്പമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ സംഗീതത്തിൻ്റെതായാലും നൃത്തത്തിൻ്റെ ബുക്സ് ആണെങ്കിലും ഇഷ്ടംപോലെ വായിക്കാൻ ഇഷ്ടമാണ്. അത് ഞാൻ ഇല്ല, ഞാൻ തിരിച്ചത് ചോദിച്ചു. പക്ഷെ പറയാം കേട്ടോ. അതിന് ടെക്നിക്കൽ അറിഞ്ഞുകൂടാനേ ഉള്ളൂ. പക്ഷേ എൻ്റെ തിയറി എന്ത് ചോദിച്ചാലും
പറയും. പണ്ടൊക്കെ ഞാൻ TV ഷോയിൽ കാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത് സാറിനെ. കാരണം അത് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ ചാനൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി വല്ല മാജിക് വല്ല സാറിനുണ്ടോ, എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര ഡൗട്ടായിരുന്നു, സംശയമായിരുന്നു. പിന്നെ ഇത് പബ്ലിക്കിലോട്ട് പോയപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് അങ്ങനെ അല്ല എന്നുള്ളത്. ഇത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ? അതെ. ഈ പാട്ടായാലും അങ്ങനെയാണ്, പാടാൻ അറിഞ്ഞൂടന്നേ ഉള്ളൂ, പക്ഷേ എല്ലാം അറിയാം, അതിനെ പറ്റി എല്ലാം അറിയാം. എന്തായാലും കൂടെ മാമിനും നല്ല അറിവാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടം. ഞാൻ പറഞ്ഞു, എനിക്ക് നൃത്തത്തിൻ്റെതും സംഗീതത്തിൻ്റെ ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ അത്ര ഇഷ്ടം തോന്നിയ ബുക്സ് ആണെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ പിന്നെ ഏത് ബുക്ക് ഞാൻ എടുത്താലും ഉറങ്ങിപ്പോവും. 2 പേര് വായിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ അത് എന്താണെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും അത് അല്ലേ ആക്ച്വലി. ഡാൻസിൻ്റെ അതായിരിക്കും. ഡാൻസിൻ്റെ ബുക്കൊക്കെയാണ് ഞാനത് ഫുൾ വായിക്കാതെ താഴെ വയ്ക്കാൻ പറ്റൂല. ഓക്കെ, മാമിൻ്റെ അടുത്ത പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണ്? അടുത്ത പ്രോഗ്രാം ഇപ്പോൾ ആറ്റുകാലമുണ്ട്, മാർച്ച് 2 മെയിൻ സ്റ്റേജിൽ ആറ്റുകാലമുണ്ട്. അതിന് മുന്നേ ചെങ്കലിലുണ്ട് 16-ാം തീയതി, പിന്നെ 15-ാം തീയതി ഒരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ പോകണം. കരിക്കകം അമ്പലത്തിലുണ്ട്. കൊറിയോഗ്രാഫറും കൂടെയാണ്. അതെ, ഞാൻ ചെയ്യുന്ന മിക്കവാറെല്ലാം ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പാട്ട് മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ഇത് ക്ലാസിക്കൽ മാത്രമേ ഉള്ളൂ അതോ? ക്ലാസിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, വലിയവരുടെ ഒരു ബാച്ചുണ്ട്, അവർക്ക് പക്ക ക്ലാസിക്കൽ അങ്ങനെ അങ്ങോട്ട് സ്റ്റേജിൽ ചിലപ്പം ചെയ്യാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് അവർക്ക് ഡിവോഷണൽ സോങ്സ് എടുത്തിട്ട് അതിന് പറ്റിയ സ്റ്റെപ്സ് ഇട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അതെ അല്ലേ, കുറേ വിശേഷങ്ങൾ എനിക്ക് കേൾക്കണമെന്നുണ്ട്, കാരണം നമ്മുടെ സമയം പരിമിതിയുണ്ട് നമുക്ക്. പിന്നെ ഞാൻ ഡാൻസിന് വർക്ക്ഷോപ്പ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു UAE കഴിഞ്ഞ വർഷം, ഷാർജയിലും പിന്നെ ദുബായിലും. ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. സിനിമയിലോട്ട് അങ്ങനെ ആലോചിച്ചിട്ടില്ല. എന്തേ നേരത്തെ പോവാഞ്ഞത് എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഓക്കെ, എന്തായാലും ഡാൻസ് രംഗത്ത് ഇനിയും തിളങ്ങട്ടെ. എന്തായാലും ഞങ്ങൾക്കൊരു 2 ചുവട് വെച്ച് തരുമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാമിൻ്റെ ഒരു ഇത്? തീർച്ചയായും അത് കാണണം ഉറപ്പായിട്ടും. ഓക്കെ.
അന്തരംഗത്തിൽ അലചേർക്കേ നിന്റെ കുഴൽ പോലും വസന്തമായെന്നെൻ്റെ അന്തരംഗത്തിൽ അലചേർക്കേ നിന്റെ കുഴൽ പോലും വസന്തമായെന്നെൻ്റെ അന്തരംഗത്തിൽ അലചേർക്കേ ഞാനെൻ്റെ പാഴ്ക്കുടിൽ അടച്ചു തഴുതിട്ടിരുന്ന ആനന്ദ ബാഷ്പം പൊഴിച്ചു ഞാനെൻ്റെ പാഴ്ക്കുടിൽ അടച്ചു തഴുതിട്ടിരുന്ന ആനന്ദ ബാഷ്പം പൊഴിച്ചു ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു കൃഷ്ണ എങ്കിലും കൃഷ്ണ അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിന്റെ ധമന്റെ കുടിലിനു മുന്നിൽ ഒരു മാത്രം നിൽക്കും നിന്റെ ധമന്റെ കുടിലിനു മുന്നിൽ ഒരു മാത്രം നിൽക്കും നീർ നിറഞ്ഞൊര മിഴികൾ എൻ നേരെ ചായുന്നു കണ്ണീർ നിറഞ്ഞൊര മിഴികൾ എൻ നേരെ ചായുന്നു കരുണയാലാകെ വളർന്നൊരാ ദിവ്യമായ സ്മിതമെനിക്കായി നൽകുന്നു കരുണയാലാകെ വളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു കൃഷ്ണ നീ എന്നെ അറിയുമോ കൃഷ്ണ നീ എന്നെ അറിയുമോ കൃഷ്ണ കൃഷ്ണ
അപ്പം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച്, അതായത് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഈ ഒരു നിമിഷങ്ങൾ പങ്കിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്നെ ഇവിടെ വിളിച്ച ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചതിന് യോഗനാഥത്തിൻ്റെ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു.